കേരളത്തിൽ ഒരു കാറ്റ് മാറി വീശുന്നതിന്റെ സൂചന മുഖ്യമന്ത്രി തന്നെ പിന്നിൽ പോകുന്നു എന്നുള്ളതാണ് ഈ നിമിഷത്തിലെ ഏറ്റവും ഇങ്ങനെ ഒരു സ്ക്രീൻ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു വാർത്തയ്ക്ക് വേണ്ടി അച്ചുപോലും നിരത്തപ്പെട്ടിട്ടില്ല. ധർമ്മടത്ത് പിണറായി വിജയൻ പിന്നിലായിരിക്കുന്നു, ധർമ്മടത്ത് CPM പിന്നിലായിരിക്കുന്നു എന്നത് ഇതൊരു ചരിത്ര നിമിഷമാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. UDF-നെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്നും ഇനി വേണ്ടതില്ല എന്ന് തോന്നുന്നു. വലിയ ഒരു റൗണ്ടിലെങ്കിലും ധർമ്മടത്ത് പിണറായി വിജയനെ പിന്നിൽ നിർത്തുക. 731 വോട്ടുകൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നിലാണ്. 85 ഇടത്തായി UDF-ന്റെ മുന്നേറ്റം ഇതിനകം വന്നിട്ടുണ്ട്. 9:28 നേമത്ത് ഒരു സമയത്ത് പോലും NDA പിന്നിൽ പോയിട്ടില്ല. 1302 വോട്ടിന് NDA മുന്നിൽ. രാജീവ് ചന്ദ്രശേഖർ മുന്നിൽ തന്നെയാണ്. സംസ്ഥാനത്ത് കോൺഗ്രസ് തരംഗം എന്ന് പറയേണ്ടി വരും. 85 സീറ്റുകളിൽ കോൺഗ്രസ് UDF ലീഡ് ചെയ്യാണ്. 50 ഇടങ്ങളിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. 86 ഇടത്ത് UDF, 50 ഇടത്ത് LDF. നോക്കി നിൽക്കുമ്പോൾ കളം മാറുന്ന കാഴ്ചയാണ്. മാവേലിക്കരയിൽ MS അരുൺകുമാർ പിന്നിൽ എന്നുള്ള വിവരം വരുന്നു. അത്ഭുതമാണ്. അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. കോട്ടകളിലെല്ലാം LDF താഴുമ്പോൾ അത് മാവേലിക്കരയാണ്. LDF-ന്റെ കോട്ടകളിൽ UDF 49ലേക്ക് താണു. ഏറ്റുമാനൂരിൽ വലിയ തരംഗമായി മാറുന്നു നാട്ടകം സുരേഷ്. ആറ്റിങ്ങലിൽ നോക്കൂ, മലപ്പുറത്ത് 16 ഇടങ്ങളിൽ UDF 630 ഇടങ്ങളിൽ. മലപ്പുറം പൂർണ്ണമായും UDF-നൊപ്പം. മലപ്പുറത്തെ 16 മണ്ഡലങ്ങളിലും പൊന്നാനിയും തവനൂരും മണലൂരിൽ UDF പ്രതാപൻ ലീഡ് ചെയ്യുന്നു. ധർമ്മടത്ത് ആദ്യ റൗണ്ട് എണ്ണിക്കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ധർമ്മടത്ത് ആദ്യ റൗണ്ട് എണ്ണിക്കഴിയുമ്പോഴാണ് 731 വോട്ടുകൾക്ക് പിണറായി വിജയൻ പിന്നിലാണ് എന്നുള്ളത്. വൈക്കത്ത് പോലും നോക്കൂ. വൈക്കത്ത് LDF-ന്റെ ശക്തി കേന്ദ്രത്തിൽ കേവലം 286 വോട്ടിന്റെ ഭൂരിപക്ഷമേ ഉള്ളൂ. UDF-ന്റെ മുന്നേറ്റം തുടരുന്നു. അതാ 87 ഇടത്തേക്ക് ലീഡ് ഉയർത്തിയിരിക്കുന്നു. ചേർത്തലയിൽ P പ്രസാദ് 14ാമത്തെ മന്ത്രി പിന്നിൽ. ചേർത്തലയിൽ P പ്രസാദ് പിന്നിൽ. തളിപ്പറമ്പിൽ കഴിഞ്ഞ പ്രാവശ്യക്കാലം 3100 വോട്ടിന്റെ കുറവാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിലും കടക്കുകയാണ്. P പ്രസാദും പിന്നിൽ. അപ്പുറത്തേക്ക് പിന്നിൽ എന്ന് ക്യാബിനറ്റ് അപ്പാടെ വീഴുമെന്ന് പറയാൻ പറ്റുമോ? 334 വോട്ടുകൾക്ക് KR രാജേന്ദ്ര പ്രസാദ് ചേർത്തലയിൽ ലീഡ് ചെയ്യുന്നു. മന്ത്രി P പ്രസാദ് പിന്നിലാണ് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം സാക്ഷാൽ മുഖ്യമന്ത്രി തന്നെ ധർമ്മടത്ത് ആദ്യ റൗണ്ട് എണ്ണുമ്പോൾ 721 വോട്ടുകൾക്ക് പിന്നിലാണ് എന്ന് ഞെട്ടിക്കുന്ന വീണ്ടും ഒരു സീറ്റിൽ കൂടി പിന്നാക്കം പോയിരിക്കുന്നു. 48-48 ഒന്നും ആലോചിച്ച് നോക്കൂ. 40 സീറ്റുകൾക്ക് പിന്നിലാണ്. 40 സീറ്റുകൾക്ക് പിന്നിലാണ് എന്ന് പറഞ്ഞത്. കാസർഗോഡ് അധികം താമസമില്ല. ഡോക്ടർ അരുൺ 90ലേക്ക് കടക്കാൻ അധികം താമസമില്ല. 88 ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം പിന്നിലാകുമ്പോൾ സ്വാഭാവികമായും ഇത് 90+ലേക്ക് പോകേണ്ടതാണ്. നിലവിൽ വരുന്ന മണിക്കൂറുകളിൽ അടുത്ത 3-4 റൗണ്ട് കണക്ക് 90.